ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്. വീക്കെൻഡ് വ്ളോഗ് ഒരു സ്പെഷ്യൽ വീക്കെൻഡ് വ്ളോഗാണ്. വേറെ നല്ല ഞങ്ങളുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ജേണി കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സോ അത് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണതാണ്. അപ്പോൾ ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടാണ്. യെസ് ഗൈസ്, ഐ ആം പ്രഗ്നൻറ്റ് ഗൈസ്. സോ നമുക്ക് ആ ഒരു മൊമെൻറ്റ്സുകൾ, നമ്മുടെ ലൈഫിൽ നടക്കുന്ന ആ ഓരോരോ മൊമെൻറ്റ്സുകൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ക്യാപ്ചർ ചെയ്ത് വെക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. സോ നമ്മൾ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ദുബായിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ബുർജ് ഖലീഫ, വിങ്സ് ഓഫ് മെക്സിക്കോ, അവിടെ പോയിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടേക്കുള്ള പോക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരം ഭയങ്കര വെളുപ്പ് ഇങ്ങനെ ആവാണ്ട് ഒരു 1.5 ഉള്ളിൽ അവിടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ റിട്ടേൺ വരണം. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടെന്ന്. സോ അതുകൊണ്ട് നമ്മൾ നേരെ രാവിലെ തന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവുകയാണ് ഗൈസ്. സോ എക്സൈറ്റഡ് ആൻഡ് സോ ത്രിൽഡ് ഗൈസ്. നമുക്ക് എങ്ങനെയായിരിക്കും വീഡിയോ, ചെറിയൊരു വീഡിയോ ആൻഡ് ഫോട്ടോസ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. സോ കുറേ വർത്തമാനം പറയുന്നില്ല, നമുക്ക് ആ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം, എങ്ങനെയുണ്ടെന്ന് പറയൂ. சின்ன சின்ன கண்ணசைவில் உன்னடிமையாகவா, செல்ல செல்ல முத்தங்களில் உன்னுயிரை வாங்கவா, லாலி லாலி நானும் துளி துளி. மெல்ல மெல்ல இன்னுயிரு உன்னுயிரும் அசையுதே, துள்ள துள்ள என் இதயம் நம் உயிரில் நிறையுதே, லாலி லாலி நீ என் துளி துளி. உன்னை அழியேந்திலே ஒரு யுகம் போகவா, தலை முதல் கால் வரை പണിവിടை പാർക്കവാ. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്പിറ്റൽ വിസിറ്റിന് വേണ്ടി വന്നേക്കുന്നതാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ബേബിയൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന സഹാറ സെഞ്ചറിലാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സഹാറ സെഞ്ചറിയില്ല. അയ്യോ, റെസ്റ്റോറൻറ്റ് പേര് ഞാൻ അങ്ങോട്ട് മറന്നുപോയി ഗൈസ്. ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇവിടെ കാണിക്കാനാണ് ലാസ്റ്റ്. അവിടെ നല്ല ബിരിയാണിയാണെന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഇതുവരെ സഹാറ സെഞ്ചറി എപ്പോഴും പോകുന്നൊരു സ്പോട്ടാണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ടില്ല. അവസാനം വെയിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. ഈ ഒരു ബിരിയാണി സത്യം പറഞ്ഞാൽ വേറെ ഒരു ഫ്ലേവർ ആയിട്ടുള്ളൊരു ബിരിയാണി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. സംഭവം ഇഷ്ടപ്പെട്ടു. നല്ല മസാലയൊക്കെ ആയിട്ടുള്ള ഒരു ബിരിയാണി. അതാണ് എനിക്ക് ഈ ഒരു ബിരിയാണിനെ കുറിച്ച് പറയാനുള്ളത് ഗൈസ്. പിന്നെ ഈ ഒരു പിക്കിൾ ഒരു രക്ഷയില്ലാത്ത പിക്കിളായിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അത്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഫുഡ് അടി കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഈ ലുലു മാളുണ്ട്. ലുലു മാളിൻ്റെ സൈഡിലായിട്ട് എന്താണ് ഒരു സലൂണുണ്ട്. അപ്പോൾ അവിടെ ഏട്ടനൊന്നു ഹെയർ മസാജ് അത് ചെയ്യാൻ വേണ്ടി വന്ന്. അപ്പോൾ അവിടെ കുറച്ച് ടൈം, കുറച്ചല്ല അത്യാവശ്യം ഒരു ഹാഫ് അവറോ കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കാനും വേറെ ബോറടി ഉണ്ടായിരുന്നില്ല. വെയിറ്റിംഗ് എന്ന് പറയണതൊരു ബോറ് പരിപാടിയാണല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിട്ടിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ നല്ല പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ആ ഒരു സലൂണിലെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ലുലു മാൾ നേരത്തെ കാണിച്ചെന്നില്ലേ, ആ ലുലു മാളിലോട്ടാണ്. ഇപ്പം എനിക്ക് 5 മന്താണ്. അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വളകാപ്പ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കണതാണ്. ഇതിലൊരു സാരി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഒരു കുട്ടി ഷോപ്പിംഗ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, സാരി മാത്രം എടുത്തതാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ സാരിയൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ലാസ്റ്റ് പോകുന്നത് വല്ലതും കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഴിക്കൽ മാത്രമേ ഉള്ളൂ എന്ന്.
നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ പോയി റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. എന്നിട്ടാണ് നമ്മൾ വൈകിട്ടായപ്പോഴൊന്ന് ഇറങ്ങിയത് സലൂണിലോട്ടും ലുലു മാളിലോട്ടും ഒക്കെ. അപ്പോൾ നമ്മൾ കരാമയിൽ കോഴിക്കോട് റെസ്റ്റോറൻറ്റ് അവിടെയാണ് വന്നേക്കുന്നത്. ദുബായിൽ ഫുഡ് അടി എന്ന് പറയുമ്പോൾ മെയിൻ സ്പോട്ട് കരാമയാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ കോഴിക്കോട് റെസ്റ്റോറൻറ്റിലെത്തി മെനു കാർഡൊക്കെ നോക്കി നമ്മൾ ഓർഡർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാനാണ്. പല ഒപ്പീനിയൻസ് വരുമല്ലോ. അങ്ങനെ അവസാനം നമ്മൾ ഓർഡർ ചെയ്തേക്കണത് ഇത് ഇപ്പോൾ വരും. അപ്പം നമുക്ക് കാണാം. എന്താണ് പേരൊക്കെ ഞാൻ പെട്ടെന്ന് ഇപ്പം മറന്നു. പത്തിരി ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് കുഞ്ഞിക്കോഴി പൊരിച്ചത്, എന്താണ് പത്തല, അങ്ങനെ എന്തോ ഒരു പേരുണ്ട്. പിന്നെ എന്താണ് ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ഈ കറികളുടെ പേരൊന്നും കിട്ടുന്നില്ല കൈസ്. സത്യം പറഞ്ഞാൽ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ എഡിറ്റിങ്ങിലോട്ട് കടന്നത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസുകൾ. നമ്മളിനി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ നെയ്പ്പത്തലാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അതും ഈ ഒരു ബീഫിൻ്റെ കിഴി, ഈ ഒരു സംഭവം കൂടെയാണ് ഫസ്റ്റ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു കോംബോ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അങ്ങനെ നമ്മൾ ഓരോ ഡിഷസുകളൊക്കെ എടുത്ത് കഴിച്ച് അവിടെ നിന്ന് നമ്മൾ ബാക്ക് ടു നമ്മുടെ റൂമിലോട്ട് പോയേക്കണതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീക്കെൻഡ് വ്ളോഗാണ്. നമ്മളൊരു ലൈഫിലുള്ള ആ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്, ആ ഒരു സ്പെഷ്യൽ കാര്യം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണതാണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ടേക്ക് കെയർ ഗൈസ്.